KCYM ചെറുപുഴ ഫൊറോന പ്രവർത്തക വർഷ ഉദ്ഘാടനം കഹാൽ തിരുമേനിയിൽ നടന്നു. KCYM അതിരൂപത ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി ഉദ്ഘാടനം ചെയ്തു. KCYM ഫൊറോന പ്രസിഡന്റ് ആൽബി മേലെടുത്ത് അധ്യക്ഷനായി. ഫാദർ തോമസ് പൂകമല മുഖ്യപ്രഭാഷണം നടത്തി. ഒരു അതിശോക്തിയും ഒരു വെച്ചുകെട്ടലുകളും ഇല്ലാതെ ആത്മാർത്ഥതയോടെ പള്ളിയോട് ചേർന്ന് പട്ടക്കാരോട് ചേർന്ന് സ്നേഹത്തോടെ ഈ വ്യത്യസ്തമായ ഇടവുകളിൽ വളർന്നു വരുന്ന നല്ല ഒരു യുവത്വമുള്ള ഒരു ഫൊറോനയാണ് ചെറുപുഴ ഫൊറോന. അതിന്റെ തെളിവുകൾ തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നു വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഈ ചെറുപുഴയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ 7 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ചെറുപുഴ ഫൊറോനയിൽ പുളിങ്ങോ ഇടവകയുടെ ഭാഗമായിരുന്നപ്പോൾ തൊട്ട് ഈ ഫൊറോന സമിതികളെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും കൂടെ യാത്ര ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു അതിരൂപത ഡയറക്ടറായിരിക്കുമ്പോഴും നിങ്ങളുടെ പ്രവർത്തന മികവും അതിലേറെ നിങ്ങളുടെ നിശ്ചയദാർഢ്യവും നിങ്ങൾക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്ന നല്ല നേതൃത്വങ്ങളെയും ഏറ്റവും നന്ദിയോടെ സ്നേഹത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്, ഏറ്റവും മനോഹരമായി ഒരു അതിരൂപതയൊക്കെ അതിൻ്റെ ഒരു അതിരൂപതാ ദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ നടത്തുന്ന പ്രൗഢിയോടെയും ഗംഭീരതയോടെയും അതിലേറെ ഒരുക്കത്തോടെയും ഈ പരിപാടി നിങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടി നിങ്ങൾക്ക് നേതൃത്വം എടുക്കുന്ന എല്ലാവരെയും, ഇതിന്റെ പ്രസിഡന്റ് ആൽബിയെയും ഡയറക്ടർ ബഹുമാനപ്പെട്ട ഭൂഗാലയച്ചനെയും ബാക്കി ടീം അംഗങ്ങളെയും ഞാൻ ഏറെ സ്നേഹത്തോടെ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. നമുക്ക് ഇവർക്ക് നല്ല ഒരു കൈയടി കൊടുക്കാം. ഞാനിത് പറയുമ്പോൾ എനിക്ക് നിശ്ചയമായ ഒരു ഉറപ്പുണ്ട്, ആൽബി ഇവിടെ നിന്ന് പലരെ കുറിച്ച് പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അവർ അധ്വാനിച്ചതാണ്, അവർ വിയർപ്പൊഴുക്കിയതാണ്, അവർ ഇന്നലകളിൽ ഉറക്കവളച്ചെന്ന് ചെയ്തു തീർത്തതാണ് ഇന്നിന്റെ മനോഹാരിത മാധുര്യം എന്നുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ കൂടുന്നിടത്തെല്ലാം ഇച്ചിരി ലൈറ്റ് വേണം, ഇച്ചിരി ഡെക്കറേഷൻസ് വേണം, ഇച്ചിരി സൗണ്ട് വേണം. ഇതൊക്കെ നമ്മുടെ യുവത്വത്തിന്റെ മാത്രം പ്രിവിലേജാണ്. അമ്മമാര് 12 മണിക്ക് വിളിച്ചാലും മാതൃവേദിക്കാരുടെ പരിപാടി നടക്കും. AKCCക്കാരെ എപ്പോൾ വിളിച്ചാലും പോകും. മിഷനീകാരോട് അത് പട്ടാപ്പകൽ വരാൻ വേണ്ടി പറഞ്ഞാലും വരും. പക്ഷെ നമ്മുടെ പരിപാടിക്ക് വൈബുണ്ടാകണമെങ്കിൽ ഇച്ചിരി ലൈറ്റ് വേണം, ഇച്ചിരി നല്ല ഡെക്കറേഷൻസ് വേണം, നല്ല സൗണ്ട് വേണം, ഇച്ചിരി മ്യൂസിക് വേണം. ഇതൊക്കെ നമുക്ക് നിശ്ചയമാണ്. പക്ഷേ ആരെങ്കിലുമൊക്കെ അധ്വാനിച്ചാലേ, ആരെങ്കിലുമൊക്കെ ഉറക്കവളച്ചാലേ, ആരെങ്കിലുമൊക്കെ വേർത്താലേ ഇത് രൂപപ്പെടൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ദീർഘമായി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏക വിഷയം ഇത് മാത്രമാണ്. നിങ്ങൾ കേൾക്കുന്നവരാകണം, നിങ്ങൾ ചിന്തിക്കുന്നവരാകണം, നിങ്ങൾ സർഗശേഷിയോടെ കർമ്മനിരത നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുന്നവരാകണം. ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്നവരാകണം, നിങ്ങൾ ചിന്തിക്കുന്നവരാകണം, നിങ്ങൾ സർഗശേഷിയോടെ പ്രവർത്തന രംഗങ്ങളിൽ വ്യാപരിക്കുന്നവരാകണം. നമുക്കറിയാം, നമ്മുടെ കൈകളിലെല്ലാം മൊബൈലുണ്ട്. നമ്മുടെ സമ്പാദന വിഷയം, നമ്മുടെ സമ്പാദന ഉപാധി കൂടുതൽ മൊബൈൽ ഫോണാണ്. ഒന്നെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കുന്ന ഒരാളോട് ചിലപ്പോൾ ടൈം പാസിന് വർത്താനം പറയും, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ മറ്റൊരാളോട് ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു റീൽസിനോട് നമ്മൾ സംവദിക്കും. പക്ഷേ ഇന്ന് കത്തോലിക്ക യുവത്വത്തിന് നമ്മുടെ ഇടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ ആരെയും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുന്നവരാകണം. ഞാൻ കേൾവി എന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദത്തെ മാത്രമല്ല അർത്ഥമാക്കുന്നത്, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന്, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ എന്ത് രൂപപ്പെടുന്നു എന്നുള്ളത്, നിങ്ങളുടെ ചുറ്റുപാടുകൾ അനുദിനം നമ്മളോട് എന്ത് സംവദിക്കുന്നു എന്നത് കേൾക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടണം. രണ്ടാമത്, നമ്മൾ ചിന്തിക്കുന്നവരാകണം. എന്താണ് ഇന്നിന്റെ പ്രവണതകൾ? ഞാൻ എങ്ങനെയുള്ള ഒരു യുവത്വമായിട്ടാണ് മാറേണ്ടത്? എന്നിൽ നിന്ന് എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സമൂഹം, എൻ്റെ ഇടവക, ഞാൻ പഠിക്കുന്ന മേഖലകളിൽ, കോളേജുകളിൽ, സ്കൂളുകളിൽ, കലാലയങ്ങളിൽ മറ്റുള്ളവർ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? പ്രിയമുള്ളവരെ, അത് ചിന്തിക്കേണ്ട സമയമാണ്. അങ്ങനെ ഈ കേൾവിയും ചിന്തയും ഒരു വഴിയിൽ രൂപപ്പെടുമ്പോൾ അവിടെ സർഗശേഷിയുടെ
നല്ല പ്രവർത്തനങ്ങളിൽ നമ്മളിൽ നിന്ന് രൂപപ്പെടുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഖിൽ ചൂരനോലിൽ, അബിൻ വടക്കേക്കര, ഫാദർ ജസ്റ്റിൻ വട്ടക്കുന്നിൽ, സോന ചവണിയാങ്കൽ, സിസ്റ്റർ ഷാരോൺ, ഗോഡ്വിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. 2024-25 പ്രവർത്തന വർഷത്തിൽ ചെറുപുഴ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.